السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاقبة للمتقين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൻ നസ്ർ അഥവാ ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന് തുടങ്ങുന്ന സൂറത്താണ്. ഈ സൂറത്തിന് സൂറത്തുൽ വദിഅ അഥവാ യാത്രയയപ്പിൻ്റെ അധ്യായം എന്നും പേരുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 4/1 എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു തവണ ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഖുർആനിൻ്റെ 4/1 ഓതിയതിന് തുല്യമാണെന്നർത്ഥം. അത്രയ്ക്ക് വളരെയേറെ മഹത്വമുള്ള സൂറത്താണ് ഈ സൂറത്ത്. വിശുദ്ധ ഖുർആനിൽ നിന്നും മുഴുവനായി ഇറങ്ങിയ സൂറത്തുകളിൽ അവസാനത്തെ സൂറത്തുമാണ് ഇത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങലിനെയും ഈ സൂറത്തിലൂടെ സൂചിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വളർന്ന സ്വന്തം നാടായ മക്കയിൽ നിന്നും ശത്രുക്കളിൽ നിന്നുള്ള കടുത്ത പീഡനം കാരണം മദീനയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെ ധാരാളം പ്രബോധനം ചെയ്തു. അവസാനം മക്ക ഫതഹായപ്പോൾ, മക്ക വിജയം കൈവരിച്ചപ്പോൾ, ഇന്നിതാ ഇസ്ലാം പരിപൂർണമാക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം സമൂഹത്തിനുമേൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ആ മക്ക വിജയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇദാ ജാഅ നസ്റുല്ലാഹ്, ശത്രുക്കൾക്കെതിരിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ, വൽ ഫത്ഹു, മക്ക വിജയിക്കുകയും ചെയ്താൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, സംഘം സംഘമായി ഓരോരുത്തരും ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് തങ്ങൾ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹ്, തങ്ങൾ തങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചു തസ്ബീഹ് ചെയ്യുകയും പാപമോചനം തേടുകയും ചെയ്യൂ. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല പാശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനോടടുത്ത് ഇറങ്ങിയ ഈ സൂറത്ത് അവിടുത്തെ 23 വർഷത്തെ അശ്രാന്ത പരിശ്രമം അഥവാ ഇസ്ലാമിക പ്രബോധനത്തിന് ശേഷം പരിപൂർണ വിജയം ലഭിക്കുകയാണ്. ഇസ്ലാമിന് സമ്പൂർണ്ണ വിജയം കൈവരിക്കുകയാണ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും സന്തോഷമായിട്ടാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. അറേബ്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ശത്രുക്കളായ ഷിർക്കിൻ്റെ അനുയായികളെയും അവരുടെ ദൈവങ്ങളെയും അതാ നിഷ്കാസനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മതമായ സത്യദീൻ പതാക എല്ലായിടത്തും ഉയർന്നിരിക്കുകയാണ്. ഈ സൂറത്തിൽ പരാമർശിച്ച മക്കാ വിജയത്തോടെ ലോകം മുഴുവനും ഇസ്ലാം പ്രചരിക്കുകയും ചെയ്യുകയാണ്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾക്ക് ഓതിക്കൊടുത്തപ്പോൾ അവർ ഇസ്തിഗ്ഫാർ ചെയ്തു, ഹംദ് ചെയ്തു, സന്തോഷിച്ചു. ഒരു സഹാബിയത അവിടുന്ന് കരയുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്നു, അങ്ങയുടെ വിയോഗത്തെ അറിയിക്കുന്ന ഒരു സൂറത്താണല്ലോ ഇത്. സത്യമായിരുന്നു അത്. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം കൂടുതലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ധാരാളം ഇസ്തിഗ്ഫാറിലും ഹംദിലുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ് ചെയ്തിരുന്നത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരണത്തിലേക്കോ
വിശദീകരണത്തിലേക്കോ ഒന്നും ഇപ്പോൾ കടക്കുന്നില്ല. നമുക്ക് പാരായണം ചെയ്തു പഠിക്കാം. ആദ്യം ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. അവസാനം സംഘമായി ഓതി പഠിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇദാ എന്ന പദത്തിലെ ദാലായി പോകാൻ പാടില്ല. എന്നല്ല, നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ താഴെയറ്റം, അതാണല്ലോ ദാലിൻ്റെ മഖ്റജ്. എന്നു തന്നെ ഉച്ചരിക്കണം. നന്നായി മദ് ചെയ്യണം. മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ വന്നിരിക്കുന്നു. മദ് മുത്തസിലാണ്. നന്നായി മദ് ചെയ്യണം. 3 അലിഫിൻ്റെ ഖദറോ 3.5 അലിഫിൻ്റെ ഖദറോ നീട്ടിയാണ് നാം ഓതേണ്ടത്. 1 അലിഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ്, തോത് എത്രയായിരുന്നു മുമ്പുള്ള ചില ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. മിതമായ രൂപത്തിൽ കൈവിരലുകൾ മടക്കി നിവർത്തുക, അതാണ് 1 അലിഫിൻ്റെ ഖദർ. ഇങ്ങനെ 3 തവണ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. ശേഷം 1 തവണ മടക്കുകയോ നിവർത്തുകയോ ചെയ്യുക, അതാണ് 3.5 അലിഫിൻ്റെ ഖദർ. ഇത്രയും തോത് നീട്ടിയാണ് ജാഅ എന്ന പദം നാം ഓതേണ്ടത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. നസ്റു, ഈ ഒരു പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലരും ഇവിടെ നസുറു എന്ന് സാദിൽ അൽഖല എന്ന് പറയുന്ന സിഫത്ത് കൊടുത്തുകൊണ്ട് ഓതാറുണ്ട്. അങ്ങനെ കൊടുക്കേണ്ടതില്ല. നസ്റു ഇങ്ങനെയാണ് ഓതേണ്ടത്. നസ്റു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇവിടെയുള്ള ഫത്ഹ് എന്ന പദത്തിലെ തായിലും പലരും അൽഖല എന്ന് പറയുന്ന സിഫത്ത് കൊടുത്തുകൊണ്ട് ഫത്ഹ് ഇങ്ങനെയും ഓതാറുണ്ട്. അതും ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. ഫത്ഹ് ഇങ്ങനെയാണ് ഓതേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അവസാനത്തെ ഹാവും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത്, വറഅയ്ത الناس يدخلون في دين الله أفواجا. വറഅയ്ത الناس. അന്നാസ് എന്ന പദത്തിലെ നൂൻ ഷദ്ദുള്ളതാണല്ലോ, നന്നായി മണിക്കണം. വറഅയ്ത الناس യദ്ഖു ഹ ആണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഫീ ദീനില്ലാഹി അഫ്വാജ. അഫ്വാജ എന്ന പദത്തിലും പലരും ഓതാറുള്ളത് അഫ്വാജ എന്നാണ്. അങ്ങനെയല്ല, അഫ്വാജ. ശ്രദ്ധിച്ചു കേൾക്കൂ. അഫ്വാജ. വറഅയ്ത الناس يدخلون في دين الله أفواجا. അവസാനത്തെ ആയത്ത്, فسبح بحمد ربك واستغفره إنه كان توابا. فسبح ഈ രൂപത്തിൽ ഓതണം. ഹ ഒക്കെ ശരിക്കും നല്ല അക്ഷര സ്ഫുടതയോടെ ഉച്ചരിക്കണം. ഫസബ്യഹ് ബിഹംദി റബ്ബിക്. ബിഹ എന്ന ഹ അല്ല, ഹ. ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പലരും, ഒരുവിധ ആൾക്കാരൊക്കെ ഓതാറുള്ളത് വസ്തഗ്ഫിർഹു എന്നാണ്. വസ്തഗ്ഫിർഹു
അത് ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. തർക്കീക്ക് ചെയ്തുകൊണ്ട് അഥവാ നേരിയതായ രൂപത്തിലാണ് മൊഴിയേണ്ടത്. വസ്തഗ്ഫിർ 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 ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ വസ്തഗ്ഫിർ ഇങ്ങനെ ഓതണം. തൊട്ടുശേഷമുള്ള പദമായ ഇന്നഹു എന്ന പദത്തോടുകൂടെ ചേർത്തോതുമ്പോൾ വസ്തഗ്ഫിർഹു ഇന്നഹു ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇവിടെ ചിലരൊക്കെ വസ്തഗ്ഫിർഹു ഇന്നഹു വസ്തഗ്ഫിർഹു ഹാഇനെ അല്പം നീട്ടാറുണ്ട്. അങ്ങനെ നീട്ടാൻ പാടില്ല. കാരണം ഇവിടെ ഹാഇൻ്റെ മുമ്പ് ലമീറിൻ്റെ ഹാഇൻ്റെ മുമ്പ് സുക്കൂനാണ്. അതിനാൽ ഹാഇനെ നീട്ടാതെ വസ്തഗ്ഫിർഹു ഇന്നഹു എന്നാണ് ഓതേണ്ടത്. വസ്തഗ്ഫിർഹു ഇന്നഹു എന്നല്ല, വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഇന്നഹു ഹാ അവ്യക്തമായി പോകാൻ പാടില്ല. കാന തവ്വാബ. فسبح بحمد ربك واستغفره إنه كان توابا. വസ്തഗ്ഫിർ ഇവിടെയുള്ള ഗൈനിലും ചിലരൊക്കെ കൽക്കല കൊടുത്തുകൊണ്ട് വസ്തഗ്ഫിർ ഇങ്ങനെയും ഓതാറുണ്ട്. അതും ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. റായിലും ചിലരൊക്കെ കൽക്കല കൊടുക്കാറുണ്ട്. വസ്തഗ്ഫിർഹു ഇതും ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. വസ്തഗ്ഫിർഹു ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇന്നഹു കാന തവ്വാബാ. ഇനി ഈ സൂറത്ത് നമുക്ക് സംഘമായി ഓതാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا. ورأيت الناس يدخلون في دين الله أفواجا. فسبح بحمد ربك واستغفره إنه كان توابا. فسبح بحمد ربك واستغفره إنه كان توابا. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.